അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ മരണത്തിന് മുന്നേ പ്രാവർത്തികമാക്കേണ്ട, നിത്യമാക്കേണ്ട 3 അമലുകളെക്കുറിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. പ്രിയമുള്ള ശ്രോതാക്കളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തു വെച്ചാൽ വലിയ നേട്ടമാണ്. ആ നേട്ടം നാം മരണപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം തരാൻ തന്നെ മടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നൊരുക്ക സ്വത്തായി നാം ഈ അമലിനെ പ്രത്യേകം ചെയ്തുകൊണ്ടിരിക്കണം. അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഗുണമാണ്. എന്നാൽ മരണത്തിന് മുൻപേ ഒരു തവണയെങ്കിലും സ്വന്തമായി നാം ചെയ്യാൻ തയ്യാറാവണം. അതേതാണ് ആ 3 അമല് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. ഒന്നാമത്തേത് പരിശുദ്ധമാക്കപ്പെട്ടതായ കലിമയാണ്. ആ കലിമ നാം എല്ലാവരും അറിയുന്നവരാണ്, അത് ചൊല്ലാറുള്ളവരുമാണ്. ഏതാണ് ആ കലിമ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് 70,000 തവണ നാം മരണത്തിന് മുന്നേ ചൊല്ലി തയ്യാറാക്കി വെക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, മരണപ്പെട്ട് അവരുടെ 3-ൻ്റെ അന്നോ അല്ലെങ്കിൽ 7-ൻ്റെ അന്നോ 14-ൻ്റെ അന്നോ നമ്മളൊക്കെ 70,000 ദിക്ർ അവിടുത്തെ ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചൊല്ലാറുണ്ട്. അതിനേക്കാൾ ഉത്തമം സ്വന്തമായി നാം ചൊല്ലിവെക്കലാണ്. അത് ചൊല്ലണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നാം എല്ലാവരും സ്വന്തമായി നമുക്ക് വേണ്ടി നരകം കിട്ടരുതേ എന്ന ആ ഒരു ഉത്തമ ബോധത്തോടുകൂടെ നാം എല്ലാവരും ചൊല്ലുകയാണെങ്കിൽ സ്വന്തമായി ചെല്ലുന്ന അമലിനാണ്, സ്വന്തമായി ചെയ്യുന്ന പ്രവർത്തിക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 തവണയെങ്കിലും ഒരു തവണ 70,000 തവണ ചൊല്ലിവെക്കുക. അത് എത്രയുമാവാം, അത്രത്തോളം നമുക്ക് ഗുണമാണ്. രണ്ടാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന മഹത്തായ ചെറിയൊരു സൂറത്താണ് എങ്കിലും ഖുർആനിൻ്റെ അത് ഓതിത്തീർത്താൽ ഖുർആൻ ഖത്ം ചെയ്ത് തീർത്ത കൂലിയാണ്. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്താൽ ഒരു ഖത്തം പൂർത്തീകരിച്ച കൂലിയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്താൽ ഖുൽഹു അല്ലാഹു അഹദ് എന്ന മഹത്തായ സൂറത്ത് 1000 തവണ, 1000 തവണയല്ല 1,00,000 തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിവെക്കുക. വളരെ നിസ്സാരമായ സമയമാണ് അതിനൊക്കെ വേണ്ടതുള്ളൂ. നാം നമ്മുടെ പരലോക ജീവിതം സന്തോഷമാകാൻ വേണ്ടി, അത് റാഹത്തിലാവാൻ വേണ്ടി നമ്മുടെ മുന്നൊരുക്ക സ്വത്തായിക്കൊണ്ടത് ചൊല്ലിവെക്കുക. മൂന്നാമത്തേത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹിൽ അലീം എന്ന മഹത്തായ ആ തസ്ബീഹിനെ 1000 തവണ നാം ചൊല്ലിവെക്കുക. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന ആ ദിക്റിനെ 1000 തവണയെങ്കിലും നാം ജീവിതത്തിൽ ചൊല്ലിവെക്കുക. അത് എത്രയും ചൊല്ലാം, അത്രയും ചൊല്ലുമ്പോൾ നമുക്ക് ഗുണം തന്നെയാണ്. എന്നാൽ 1000 തവണ നാം ചൊല്ലിവെച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന, നമ്മുടെ നീച ചെയ്തികൾക്ക് തരുന്നതായ ഭയാനകരമായ നരകം, അതിലിടുന്നതിന് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുന്നതാണ്, നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇരുലോകത്ത് വിജയം തന്നനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല കമൻസുകൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് ചെയ്താൽ നമുക്ക് വളരെ പ്രചോദനമാണ്. നിങ്ങളുടെ വിലയേറിയതായ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ഉണർത്തുന്നു. എല്ലാവരും ദീനിൻ്റെ പ്രചാരകരാവുക, ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.